ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും ചോദിച്ച പിരിഞ്ഞുള്ളിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം റെസിപ്പിയിലോട്ട് പോകും. അപ്പോൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ നമ്മളെ ചട്ടിയിൽ 2.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉലുവാപ്പൊടി ഇത്ര ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. അതിനകത്ത് ഒരു 5-6 നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യണം. നമ്മളെ പിഴിഞ്ഞുള്ളിയിൽ മെയിൻ ഘടകം പുളിയാണ്. പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഇച്ചിരി മുന്നോട്ട് ഇരിക്കണം പുളി. അതും ഇത്രയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് അത് ഈ കടുവറുത്തതിനകത്തിട്ടൊന്ന് മൂപ്പിക്കണം. ശകലം കൊച്ചുള്ളി മുന്നോട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ അരപ്പും പുളിയും എല്ലാം കൂടെ ചേർത്ത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കായപ്പൊടി അതിനകത്ത് ചേർക്കണം. പിന്നെ അതിനകത്ത് ഉപ്പ് മെയിനായിട്ട് ചേർക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, അതെല്ലാവർക്കും അറിയാമല്ലേ. എന്നിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് കൈ കൊണ്ട് നല്ല ഞെരടിയിട്ട് തിളച്ച് വരുമ്പോൾ അസാധ്യമാണ്. അവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഇത് ഉറപ്പായിട്ടും. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ അമ്മയുടെ കൊടുത്തേക്കുക. അത് പിഴിഞ്ഞുള്ളി വെക്കുമ്പോൾ എപ്പോഴും ഉള്ള അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞോളത്തിലോ അല്ലാതെയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാനിത് ചോറ് മുത്തുമായിട്ടൊക്കെ കഴിക്കാം. മുത്തിന് ഇത് പിന്നെ വാരി കൊടുക്കണം. മുത്തിന് വാരി തിന്നാൻ വലിയ പാടാണ്. അങ്ങനെ ഞാൻ മുത്തിന് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുക കേട്ടോ. നമ്മുടെ പിരിഞ്ഞൂളിയും കൂട്ടി ഉച്ചക്കത്തെ ചോറുണ്ണാൻ നമ്മുടെ മുത്തുക്കിളിയും വന്നിരിപ്പുണ്ട്. സ്കൂളിൽ പോയിട്ട് വന്നു. മീനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോയിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ TC വാങ്ങിട്ട് വന്നു സ്കൂളിൽ നിന്ന്. ഇത് മാത്രം മതി. ഇതും നമ്മുടെ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഇത് പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ കാണിച്ചു കൊടുത്തത്. ആ അമ്മൂമ്മ കാണിച്ചു കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇനിയുള്ള തലമുറയ്ക്കൊക്കെ ഇത് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ അവിയലും കൂടി ഇട്ടതാ. അവിയൽ അടിപൊളി. ഓ എന്തിനാ മീൻ കറി മീൻ വറുത്ത സൂപ്പറാ. പിഴിഞ്ഞുള്ളിയിൽ കുറച്ച് അവിയലും എല്ലാം കൂടി ഇട്ട സൂപ്പർ ടേസ്റ്റാ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക.